എന്തിനാ ഓടണേ? പട്ടി ഓടിച്ചിട്ടുണ്ട്. പട്ടി ഓടിച്ചിട്ടാ? എടാ അറിഞ്ഞുകൂടെ, എക്സർസൈസ് രാവിലെ ജോഗിങ് ചെയ്യണാണ്. ജോഗിങ് ചെയ്താൽ എന്താണെന്ന് അറിയാമോ, നമ്മളുടെ ശരീരമൊക്കെ അങ്ങോട്ട് വേർക്കും. അപ്പൊ നമുക്ക് അസുഖമൊന്നും ഉണ്ടാവില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയണത്. എടാ അതിന് ഓടേണ്ട കാര്യമൊന്നുമില്ല. കറണ്ട് ബില്ല് കണ്ടാ മതി, അപ്പ തന്നെ വെട്ടി വേർക്കും. ഞാനൊക്കെ ടെൻഷൻ വന്ന അപ്പ തന്നെ കറണ്ട് ബില്ല് എടുത്ത് നോക്കും, അപ്പ തന്നെ വെട്ടി വേർക്കും. പുതിയ അനുഭവമുള്ള പുതിയ അനുഭവമാണ്. എടാ എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. അതെ, അന്നേ പ്രശ്നം. അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്. എന്നെ പിന്നെ രാവിലെ തന്നെ അല്ലേ അച്ഛൻ അമ്മയുടെ ചെവിക്കല്ലൊക്കെ ഒരു അടി. അയ്യോടാ പാവം. എന്നിട്ട് അമ്മ വീട്ടിലുണ്ട്, അച്ഛൻ ഐസിയുലാണ്. കഥ ശരിയായില്ല. അച്ഛനല്ലേ അമ്മനെ അടിച്ചത്, അപ്പൊ അമ്മയല്ലേ ഐസിയുവിൽ കിടക്കേണ്ടത്? അതല്ലെന്ന്, അച്ഛൻ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോ തന്നെ അമ്മ കയ്യെ പിടിച്ചിട്ട് ചെവിക്കലിന്റെ ഒറ്റ അടി. എന്നിട്ട് വീടിന്റെ കണ്ണാടി ചിന്നി ചിതറിപ്പോയി വീട്ടില്. അല്ലടാ, അച്ഛന്റെ ചെവിക്കലിന്റെ അടിച്ചതിന് കണ്ണാടി ചിതറിപ്പോണ എങ്ങനെയാണ്? അച്ഛന്റെ ചെവിക്കല്ല് തെറിച്ച് കണ്ണാടി കൊണ്ട് ചിതറിങ്ങോട്ട് പോയി. എന്റെ പൊന്നു, ഇതേ സർജറി വേണമെന്ന് പറഞ്ഞു. കണ്ണാടിക്കല്ല, അച്ഛന്. അച്ഛന് പിന്നെ സർജറി കഴിഞ്ഞാൽ 25% സാധ്യതയുള്ളൂന്നാ പറയണത്. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, 4 സർജറി ചെയ്യ്, അപ്പൊ 100% ആയി കിട്ടും. കഷ്ടം, സമ്മതിക്കണം. പിന്നെ സർജറിയുടെ ആവശ്യമില്ല. വേറൊന്നുമില്ല, അച്ഛന്റെ ചെവിക്കല്ല് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെവിട്ടിലേക്ക് ഇട്ടാ മതിയല്ലോ, അപ്പൊ ഓക്കെയില്ലേ? നിനക്ക് 25% അടിക്കാമെങ്കിൽ എനിക്ക് ഇതും അടിക്കാം. പിന്നെ ഇത്ര ദിവസം ഓടിയായിരുന്നു? ഞാനേ സ്റ്റേഷനിലായിരുന്നു. ഏത് റെയിൽവേ സ്റ്റേഷനിൽ? റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിൽ ജോലി കിട്ടും നിനക്ക്? അല്ലടാ, ചെറിയൊരു പോലീസ് കേസായിട്ട് അകത്തായിരുന്നു. എന്ത് കേസ്? നഗ്നതാ പ്രദർശനം. മനഃപൂർവ്വം അല്ല സുഹൃത്തെ, നീ മനസ്സിലാക്ക. എന്റെ നിരപരാധിത്വം നീ മനസ്സിലാക്കി. എടാ, നമ്മുടെ ടൗണില് ഒരു ജെൻസ് വെയർ ഓടിക്കുന്നുണ്ട്. അവിടെ ഒരു ജീൻസ് എടുക്കാൻ പോയതാണ്. അപ്പൊ ഇതൊന്നും ഇട്ടു നോക്കണമല്ല, ട്രയൽ റൂമാണെന്ന് കരുതി കേറിയത് ലിഫ്റ്റിലായി പോയി. ഞാൻ ജീൻസ് ഊരി തോളത്തിട്ട് നിൽക്കുമ്പോ ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയി. പിറന്ന പടി ഞാൻ നിൽക്കുകയാണ്, പുറത്ത് 150 പെണ്ണുങ്ങൾ. എന്റെ പൊന്നു, അപ്പൊ ജോക്കിയാ അലക്കി പോലീസ് എടുത്തിട്ട് അലക്കി. എന്റെ പൊന്നു, ഭയങ്കര കഷ്ടമാണ്. നിന്നെ സമ്മതിക്കണം. നിന്നെ സോറി, വല്ല ഉത്തരവാദിത്തമുണ്ടോ നിനക്ക്? സോറി, ക്ഷമിക്കണം. ഉണ്ടോന്ന്? സോറി, ക്ഷമിക്കണം. തരാൻ ഞാൻ ക്ഷമിക്കണം. പൈസയുടെ കാര്യമാണ് അത്, താൻ ആദ്യം ചിന്തിക്ക്. അല്ല, ഞാൻ ഈ തന്റെ പിറകെ നടക്കണോ പൈസ ചോദിച്ചോണ്ട്? അതൊക്കെ കാല് പിടിക്കണം. പിടിക്കണമെങ്കിൽ പിടിക്കണം. തരാ, പ്ലീസ് തരാ. എന്തിനാ എന്നെങ്ങനെ ടെൻഷൻ അടിപ്പില്ലേ? തരാം. അപ്പൊ ശരി, കാശിന് കയ്യിൽ വെച്ചോണ്ടായിരുന്നു കളി അല്ലേ? ആളെ ചിറ്റിക്കാൻ വേണ്ടി. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അബദ്ധം പറ്റിപ്പോയതാണ് ചേട്ടാ, ഒന്ന് ക്ഷമിക്കൊന്ന്. ഭയങ്കര കഷ്ടമുണ്ട് കേട്ടോ. എടാ, കാശ് കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാനായിട്ട് ഒരു മാന്യത വേണം. അതാണ് അതിന്റെ മാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നീയും കണക്കാണ്, ചെവിക്കല് തെറിച്ചു പോയത് നിന്റെ അച്ഛനും കണക്കാണ്. കാശ് മേടിച്ചാ കൊടുക്കൂല. അവൻ എന്റെ കയ്യിൽ നിന്നാണ് കടം മേടിച്ചത്. ഇന്നലെ അവൻ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു അവന്റെ കൊച്ചിന് സുഖമില്ലെന്ന് പറഞ്ഞു. അപ്പൊ 1000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ തരാന്ന് പറഞ്ഞു. ഇപ്പൊ വന്ന കാശ് മേടിച്ചോണ്ട് പോണ പോക്കാണ് അവൻ. കാശ് കടം മേടിക്കാൻ വന്നിട്ട് പോയതാണ്. ആന്ന്. എന്ത് താർച്ചയോടാ അവന്, സമ്മതിക്കണല്ലോ. അല്ലടാ, നീ എന്താ പതിവില്ല അത് പാർക്കിൽ? അല്ലെങ്കിൽ നീ പാർക്കിലൊന്നും വരാറില്ല, എന്താ കാര്യം? ചെറിയ സെറ്റപ്പ് ഉണ്ട്. എടാ, ഞാനേ ഒരു പെണ്ണുമായിട്ട് പ്രേമമുണ്ട് ചേർത്ത്. എന്റെ പൊന്ന്, നിനക്കും പ്രേമോ? അടിപൊളി. അപ്പൊ പാർക്കിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടാ? പാർക്കിൽ വരാന്നുണ്ട്. എടാ, ഈ പെണ്ണ് എന്ത് ചെയ്യണ്ട? പെണ്ണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. ഓ, അപ്പൊ വൻ പിടിപാടാണല്ലോ. ഏത് ചാനല്ലാടാ? ഏത് മീഡിയ? സോഷ്യൽ മീഡിയ. അപ്പൊ നിന്നെ പോലെ തന്നെ ഒരു വടിയിലാണ്ട് ഫോണിൽ കുത്തിയിരിപ്പാടുന്നു. എടാ, കാണാനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അതല്ലേ വിഷയം. ഞാൻ പെണ്ണിനെ കണ്ടല്ല, ഈ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്ത് കിട്ടിയാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല? കണ്ടില്ലാന്ന്. അത് കൊള്ളാം. അപ്പൊ നിനക്ക് വാട്സപ്പിൽ ചാറ്റാണെങ്കിൽ ആ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ നോക്കിയാ പോരെ? അവളുടെ പ്രൊഫൈൽ പിക്ചർ പൂച്ചയുടെ പടം, കിട്ടിയോ? എന്റെ ചിമ്മാൻസിന്റെ പടം. അത് കറക്റ്റാണ്. എങ്ങനെ പറയട്ടാ? എന്താണ് നീ എങ്ങനെ സംസാരിക്കില്ലേ? ഞാൻ 2 കൊല്ലം മുമ്പ് വിദേശത്ത് പോയപ്പോ ചിമ്പാൻസിന്റെ കൂടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു. കണ്ടാ? നോക്കണ നീ കണ്ടാ? എടാ, ഫോട്ടോ ഒക്കെ ഉള്ളു. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ചിമ്പാൻസിയുടെ കൂടെ ആരുടെ കൂടെ നിന്നെടുത്താലും ഫോട്ടോ എടുക്കുമ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കണം. അതാണ് അതിന്റെ മര്യാദ. ആ ചിമ്പാൻസി ആ മര്യാദ കാണിച്ച് അതിന്റെ കുടംപുളി പോലുള്ള ചുണ്ടും ആ പുഴുപ്പല്ലും കാണിച്ച് അത് ചിരിക്കണണ്ട. നിനക്ക് ആ മര്യാദ ഇല്ലാണ്ടായിപ്പോയല്ല. ആ ചിരിക്കണതാണ് ഞാൻ, മറ്റാണ് ചിമ്പാൻസി. എന്റെ മനസ്സിലാവേണ്ടത് കഷ്ടം. എനിക്കൊരു സംശയം എന്താണെന്ന് അറിയോ? ഞാൻ ഈ അവള് വിവാഹം കഴിക്കാൻ വാഗ്ദാനം കൊടുത്ത് അപ്പളിക്കാരത്തേക്ക്. ഈ വന്നു കഴിയുമ്പോ
സൗന്ദര്യമില്ല, വേറെ കാണാൻ കൊള്ളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് അപ്പൊ നീ കാണാതെ നീ എന്തിനാ വെറുതെ ചുമ്മാ കെട്ടിക്കോളാതൊക്കെ വാക്ക് കൊടുത്ത് എന്തിനാണ്? ചേട്ടാ ഞാൻ പറ്റിപ്പോയി. ഒരു ഐഡിയ എന്തെങ്കിലും പറഞ്ഞടാ എനിക്ക്. പെണ്ണിനെ കൊള്ളിലെ കാണാൻ. ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണ് വരുമല്ല, നിനക്ക് കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നീ നിന്റെ മുഖം അങ്ങോട്ട് കോടിയേക്ക, എന്നിട്ട് ഞൊണ്ടി ഒന്ന് നടന്നേ. ഇങ്ങനെ നടന്നാ മതി. ഒരു പെണ്ണും ഇഷ്ടപ്പെടുന്നില്ല, കല്യാണം കഴിക്കൂല. എങ്ങനെയുണ്ട്? അത് മതി. നീ അല്ലടാ, ഈ പെണ്ണ് വന്നാൽ എങ്ങനെ തിരിച്ചറിയും നീ? ഞാൻ അവളോട് മഞ്ഞ ചുരിദാറായിട്ട് വരാൻ പറഞ്ഞാണ്. അത് കൊള്ളാം, മഞ്ഞ ചുരിദാർ. എടാ, ഒരു മഞ്ഞ ചുരിദാർ അവിടെ നിന്ന് പരക്കം മഞ്ഞ് വന്നണ്ടാ, കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല. നേരെ ഇങ്ങടാ വന്നത്. ഇത് തന്നെയാണോ നോക്ക് നീ? വിട്ടോ വിട്ടോ, ചെല്ലി. എന്തിനാ ഇവിടെ നിൽക്കണത്? ചെല്ലി. ഇങ്ങനെ പോയത് നിനക്ക് ഇഷ്ടായില്ലേ? നീയല്ലേ പോകാൻ പറഞ്ഞ? അങ്ങനെ അങ്ങനെയല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലല്ലേ അങ്ങനെ പോകാൻ പറഞ്ഞത്. എങ്ങനെ നിനക്ക് ഇഷ്ടായ? 100% ഇതുപോലത്തെ ഒരു ക്ലീനെ ജീവിതത്തിൽ കിട്ടും. മര്യാദക്ക് പോ, കേറി പോടല്ലേ, പോ ചെല്ലി. ഹലോ ഹലോ ഹലോ, ആരാ? ചിമ്പാൻസി. ഈ പ്രൊഫൈൽ പിക്ചർ ചിമ്പാൻസി ചേട്ടാ, കുരങ്ങൻ. അല്ല, ഞാൻ സുബിൻ, മറ്റേ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്. അതെ, ഞാനാണ് ചാറ്റ് ചെയ്ത് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്. ശരി. മനു, ഞാൻ പറയട്ടാണ്. കഷ്ടം.